ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. നമ്മൾ ലൈഫിൽ സമ്പന്നനാകണം, പണക്കാരനാകണം, ചിലർ കോമൺ ആയിട്ട് പറഞ്ഞാൽ രക്ഷപ്പെടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡെവലപ്മെന്റ് ഉണ്ടാവും. അത് ഏതാണെന്ന് നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ ഈ ചാനലിൽ അസ്ട്രോളജിക്കലി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ മുന്നത്തെ വീഡിയോകളൊക്കെ പോയി കാണുക. പലരും പല ടൈപ്പ് ഓഫ് വശ്യങ്ങളെ പറ്റി പറയാറുണ്ട്. നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. സിദ്ധറുകൾ പറയുന്നുണ്ട് 1008 ലക്ഷ്മി പൊരുളുകളെ പറ്റി. പഴയ പല ഗ്രന്ഥങ്ങളിലുമൊക്കെ പല ടൈപ്പ് പറഞ്ഞിട്ടുണ്ട്. പല മലവാകടങ്ങളൊക്കെ എടുത്താൽ അതിലൊത്തിരി എഴുത്തുകൾ അങ്ങനെ കാണാം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ധനമുണ്ടാവൂ? ഞാനിപ്പോ മുന്നത്തെ വീഡിയോകളിൽ മുന്നേ പറഞ്ഞേ, ഓരോ ലക്ഷ്മി പൊരുളുകളും ബുധന്റെയും ശുക്രന്റെയും അതല്ലെങ്കിൽ വ്യാഴത്തിന്റെയും കാരകത്തുള്ള പൊരുളുകളായിരിക്കും. അത് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ ചേർക്കുമ്പോൾ ആ ഒരു എനർജി നിങ്ങൾ വന്നു ചേരുമെന്ന്. എന്നാൽ എല്ലാവർക്കും വരത്തില്ല. ആർക്കൊക്കെ വരത്തില്ല, എന്തുകൊണ്ട് വരത്തില്ല എന്നൊക്കെ നമ്മൾ മുന്നത്തെ പല വീഡിയോകളിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ വളരെ പ്ലെയിൻ ആയിട്ട് നമ്മൾ വിചാരിക്കണം, ഇപ്പോ താമ്പൂലവശ്യം ചെയ്തേക്കാം, അതുമല്ലെങ്കിൽ താമരവശ്യം ചെയ്യാം, കർപ്പൂരവശ്യം ചെയ്യാം, ഉപ്പുവശ്യം ചെയ്യാം, ഗ്രാമ്പു വശം ചെയ്യാം, ഏലക്ക വശം ചെയ്യാം. ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരുന്ന് ഇതൊക്കെ പട്ടുതുണിയിലൊക്കെ പൊതിഞ്ഞ് നമ്മുടെ പണപ്പെട്ടിയുടെ അകത്തൊക്കെ വെക്കുന്നു, പൂജാമുറിയിൽ വെക്കുന്നു, 7/7 പ്രാർത്ഥനകളൊക്കെ ചെയ്ത് മന്ത്രങ്ങളൊക്കെ ഓതിയൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ എല്ലാവർക്കും വർക്കാവത്തില്ല എന്നുള്ളതാ സത്യത്തില്. നമ്മളുടെ ജാതകത്തിൽ 2-ാം ഭാവം, 7-ാം ഭാവം, 9-ാം ഭാവം, 11-ാം ഭാവം, ഈ 4 ഭാവങ്ങള് പവർഫുൾ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ധനം വന്നു ചേരും. അത് ഉൾത്തുടർവും വെളിത്തുടർവും നോക്കി നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഏത് കാരകത്വത്തെ பயன்படுത്തണമെന്ന് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് ഡെവലപ്മെന്റ് ഉണ്ടാവും. ഒരു സംശയമില്ല. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. 2 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തായാലും ഡെവലപ്മെന്റ് ഉണ്ടാവും. എന്താണ്? 2 കാര്യങ്ങളാണുള്ളത്. ഫസ്റ്റ്, ലേൺ ടു ലേൺ. ലേൺ ടു ലേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ലേൺ ടു ലേൺ, ലേൺ ടു അക്വയർ നോളജ്. അറിവ് കൂടുതൽ സമ്പാദിക്കാൻ നോക്കണം. ഇത് കോമൺ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് അല്ലേ എന്തിനോട് പറയണേ? എന്ന് വെച്ചാൽ അറിവ് എന്നാൽ ബുധനാണ്. ഈ ബുധന്റെ പൊരുളുകളാണ് പലതും നമ്മൾ ഉപയോഗിക്കുന്നത് ലക്ഷ്മി കടാക്ഷത്തിന് വേണ്ടിയിട്ട്. അത് അങ്ങനെ ഉപയോഗിക്കാതെ നമ്മുടെ തലയിലേക്ക് ഗ്രഹങ്ങൾ ഇരിക്കുന്ന ഈ ചന്ദ്രമണ്ഡലത്തിലേക്ക് അതിനെ ഉൾപ്പെടുത്തണം, സൂര്യമണ്ഡലത്തിലേക്കും അതിനെ ഉൾപ്പെടുത്തണം. അപ്പോഴായിരിക്കും നമ്മളിൽ ആ കാരകത്വം ശരിക്കും വർക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ ലേൺ ടു ലേൺ, ലേൺ ടു അക്യൂർ നോളജ്. അറിവുകൾ എത്രത്തോളം അക്യൂർ ചെയ്യാൻ പറ്റുമോ അക്യൂർ ചെയ്യുക. പ്രത്യേകിച്ചും നിങ്ങളുടെ മേഖലയിൽ. 2-ാമത്തെ കാര്യം, മാസ്റ്റർ യുവർ നോളജ്. നോളജ് അക്യൂർ ചെയ്ത് ബേസിക് ലെവലിൽ പഠനങ്ങൾ പലതും നടത്തിയാൽ പോരാ. നമ്മൾ അതിൽ മാസ്റ്റർ ആവാൻ ശ്രമിക്കണം. നമ്മൾ കൂടുതൽ 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 പഠിച്ച് നമ്മൾ അതിൽ ആ ഫീൽഡിൽ ഒരു മാസ്റ്റർ സമ്പാദിക്കുക. നിങ്ങൾ എന്തായാലും സമ്പന്നനാവും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഡോണ്ട് ട്രൈ ടു ഡു സംതിങ് വെരി ഈസിലി. ഇഫ് യു ക്യാൻ ഡു സംതിങ് ഡിഫറെന്റ്ലി, യു ക്യാൻ ഡെവലപ്പ് ഫാസ്റ്റർ. എന്തെങ്കിലും കാര്യം നിങ്ങൾ വേഗം പോയിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റും.
മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് യുവർ പവർ. അപ്പൊ പലരും ജീവിതത്തിൽ വിജയിക്കാത്ത ആളുകൾ ചെയ്യുന്ന കാര്യമാണ് they try to do everything very fastly. That is the indicator of laziness. മടിയുള്ളവരായിരിക്കും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യുക, ഏറ്റവും എളുപ്പമായ മാർഗം കണ്ടുപിടിച്ചിട്ട് ചെയ്യുക എന്നുള്ളത്. ഏറ്റവും എളുപ്പ മാർഗത്തിൽ ചെയ്യുന്ന ആളാണ്, ബട്ട് ട്രൈ ടു ഡു ഡിഫിക്കൽട്ട് ജോബ്സ് ഇൻ ഈസി വേ, ബട്ട് നോബഡി ക്യാൻ ഡു ദാറ്റ്, ഓൺലി യു. നിങ്ങൾക്ക് മാത്രം ഒരു കാര്യം, ഡിഫിക്കൽട്ടായ കാര്യം ഈസി വേ ചെയ്യാൻ പറ്റിയ നിങ്ങൾ മാസ്റ്ററാണ്. ഈ മാസ്റ്ററിയുടെ കാരകത്വം വ്യാഴത്തിനാണ്. വ്യാഴത്തിന്റെ കാരകത്വവും ബുധന്റെ കാരകത്വവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെൽത്ത് തരും. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. ഇത് മാത്രമല്ല, വേണമെങ്കിൽ ഒരു പോയിന്റ് കൂടി പറയാം. ട്രൈ ടു അക്വയർ സ്കിൽസ്. ഇതൊക്കെ ബുധൻ, വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ കാരകത്വത്തിൽ വരുന്നതാണ്. സ്കില്ല് നേടുക. I told you before that try to become a master in some field that you are dealing with. അതുപോലെ തന്നെ പറയുന്നതാണ് try to acquire skills in any of the relatives field that you are dealing with. നിങ്ങൾ കണക്ട് ചെയ്യുന്ന, നിങ്ങളായിട്ട് കണക്ഷനുള്ള ഫീൽഡിൽ നല്ലവണ്ണം സ്കില്ല് കണ്ടെത്തുക. സ്കില്ലും നോളജും ഡിഫറെൻ്റ് ആണ്. നോളജ് ഉണ്ടായി സ്കില്ല് നേടിക്കഴിഞ്ഞാലേ മാസ്റ്റർ ആവാൻ ഈസി. പണ്ട് കാലത്ത് പറയും, ഒരു കാര്യം 1008 തവണ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ബ്രെയിൻ അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നു. 1008 മണിക്കൂർ നിങ്ങൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ആൻ ഇന്റർമീഡിയറ്റ് ലെവൽ ഓഫ് മാസ്റ്ററി. ഈ 1008 എന്നുള്ളത് 10008 മണിക്കൂർ ചെയ്യുകയാണെങ്കിൽ അതൊരു മാസ്റ്ററി ലെവലായിട്ട് പഴയ കാലത്ത് ആളുകൾ പറയും. അപ്പോൾ ലൈഫിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ നോളജ് അക്വയർ ചെയ്യുക. അത് പുസ്തകമാവട്ടെ, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആവട്ടെ, സോഷ്യൽ മീഡിയ ആവട്ടെ, ബട്ട് ദാറ്റ് ഷുഡ് ബി യൂസ്ഫുൾ ഫോർ യു. ആ അറിവ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള അറിവുകളായിരിക്കണം കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ബുധന്റെയും വ്യാഴത്തിന്റെയും കാരകത്വം കൂടും. ഇനി ശുക്രന്റെ കാരകത്വം കൂടാനുള്ള ചില ടിപ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ നമഃ.